ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെന്റിൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാന്റെ 1-ാം ലേഖനം അധ്യായം 2 വാക്യങ്ങൾ 5-ഉം 6-ഉം. അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മകനും മകളും പറയുന്നൊരു കാര്യമാണ്, കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ഞാൻ വസിക്കുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തിൽ അല്ലെങ്കിൽ യേശുവിനോടൊപ്പം വസിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുക. അങ്ങനെ വസിക്കുന്നവർക്കാണ് കൂടുതൽ ദൈവാനുഗ്രഹവും ദൈവകൃപയും ലഭിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, കർത്താവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു വ്യക്തി, അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ നടന്ന, യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രത്യേകതകൾ നമ്മുടെയും ജീവിതത്തിലേക്ക് സാധിക്കുന്നിടത്തോളം കൊണ്ടുവരുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ജീവിതത്തിലുണ്ടായിരുന്ന, യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന നന്മകൾ അത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പകർത്തിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മാതൃകയിൽ, യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്നൊരു വ്യക്തി യേശു കാണിച്ചു തന്ന മാതൃകയിൽ ജീവിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. അതാണ് കർത്താവിൻ്റെ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിലെ ചില പ്രത്യേക കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഈശോ നടന്നത്? അതിലൊന്നാമത്തെ കാര്യം, യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന വിശുദ്ധി. യേശു വിശുദ്ധിയെ സ്നേഹിച്ചിരുന്നു, യേശു വിശുദ്ധിയിൽ ജീവിച്ചിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ആ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിൻ്റെ ശിഷ്യരെന്ന നിലയിൽ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഈശോ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് വിശുദ്ധിയിൽ ജീവിക്കുക, പരിശുദ്ധരായിരിക്കുക എന്നുള്ളത്. അപ്പോൾ കർത്താവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവിടുത്തെ പോലെ ജീവിക്കണമെന്ന് പറയുമ്പോൾ പരിശുദ്ധി ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, ഈ കാലഘട്ടം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയ പ്രലോഭനങ്ങൾ നിറഞ്ഞ ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് കുട്ടികളും യുവാക്കളുടെയൊക്കെ കാര്യങ്ങൾ എടുത്താൽ അവരുടെ മുമ്പിൽ എത്ര വിസ്തൃതമായ ഒരു ലോകമാണ് തുറന്നു വച്ചിരിക്കുന്നത്. അതിൽ നന്മകളുണ്ട്, തിന്മകളുണ്ട്, ഒത്തിരിയേറെ പാപങ്ങളുണ്ട്, ലഹരി വസ്തുക്കളുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൽ കൂടുതൽ പേരും കൂടുതൽ ലൗകികരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൂടുതൽ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്ക്, ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തെറ്റിലേക്കും പാപത്തിലേക്കും വഴുതി വീഴാനും ജീവിതത്തിലെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാനും ഒത്തിരിയേറെ സാധ്യതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ആധുനികമായിട്ടുള്ള സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ലോകം സമ്മാനിക്കുന്ന ഒത്തിരിയേറെ പുതിയ സാങ്കേതിക വിദ്യകളും പലപ്പോഴും ജീവിതത്തിലെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന മേഖലകളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഈശോ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈശോയിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ നടന്ന വഴിയിലൂടെയാണ് നടക്കേണ്ടത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിത വിശുദ്ധിക്കും പരിശുദ്ധിക്കും പ്രാധാന്യം നൽകേണ്ടതാണ്. രണ്ടാമതായിട്ട്, യേശു നടന്ന വഴിയുടെ ഒരു പ്രത്യേകത, അത് സ്നേഹത്തിൻ്റെ വഴിയാണ്. അപ്പോൾ ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹമുള്ളവർ, യേശു കാണിച്ചു തന്ന സ്നേഹം അത് ത്യാഗത്തിൻ്റെ സ്നേഹമായിരുന്നു. കുരിശിലെ ബലിയിലൂടെ മനുഷ്യവർഗത്തെ മുഴുവൻ സ്നേഹിച്ച് രക്ഷിച്ച കാര്യമാണ് ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ യേശുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും സ്നേഹത്തിൽ മുമ്പോട്ട് പോകാൻ പരിശ്രമിക്കണം. ഇന്ന് നമ്മൾ കുടുംബ ബന്ധങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാകട്ടെ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാകട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ ബന്ധങ്ങൾ നമ്മളെടുത്താൽ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധമാകട്ടെ, പല മേഖലകളിലും സ്നേഹം കുറഞ്ഞു പോകുന്നതായിട്ട്
നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട് വളരെ സങ്കടകരമായ വാർത്തകൾ. മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഗേറ്റ് അടച്ച് പോലീസ് വന്നിട്ട് പോലും അകത്തേക്ക് പ്രവേശിക്കാത്ത മക്കൾ, അതോടൊപ്പം തന്നെ മക്കളെ കൊന്നുകളയുന്ന മാതാപിതാക്കൾ, ഇങ്ങനെ പലവിധത്തിലുള്ള പ്രത്യേകതകൾ നിറഞ്ഞൊരു കാലഘട്ടത്തിൽ സ്നേഹം ചിലയിടങ്ങളിൽ നിന്നൊക്കെ വറ്റിപ്പോകുന്നു, സ്നേഹം കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും സ്നേഹമുണ്ടാകണം, സ്നേഹത്തിൻ്റെ നിറവുണ്ടാകണം. അത് ഈശോ നമുക്ക് കാണിച്ചു തരുന്ന വലിയ ഒരു മാതൃകയാണ്. അവിടെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ചൈതന്യമുണ്ടായിരിക്കേണ്ടതാണ്. അതാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ മാതൃക എന്താണ്? ക്രിസ്തു എന്ത് മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്? മൂന്നാമത്തെ അനുസരണത്തിൻ്റെ മാതൃക. ഈശോ നമുക്ക് കാണിച്ചിരുന്ന അനുസരണത്തിൻ്റെ മാതൃകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ വചനം പറയുകയാണ്, യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ ഈശോയുടെ ഭക്ഷണം അല്ലെങ്കിൽ ഈശോ ആഗ്രഹിച്ച ഒരു ജീവിതശൈലി അനുസരണത്തിൻ്റെ ജീവിതശൈലിയായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, എന്നാൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു വന്ന് ചിന്തിച്ചാൽ, കുടുംബം, മാതാപിതാക്കളും മക്കളും തന്നെ തമ്മിലുള്ള ബന്ധമെടുക്കാം. ഒത്തിരി മാതാപിതാക്കൾ സങ്കടവും വേദനയൊക്കെ പറയുന്നുണ്ട്, മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവർക്ക് ദേഷ്യമാണ്. അപ്പോൾ അങ്ങനെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ പലപ്പോഴും അനുസരണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അത് സ്നേഹം കൊണ്ടുള്ള ഒരു അനുസരണം, അതാണെങ്കിൽ പരസ്പരം നഷ്ടപ്പെട്ട് വിധേയത്വം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ അനുസരണം എല്ലാ മേഖലയിലും, ജോലി മേഖലയിലുണ്ട്, സഭയ്ക്കകത്തുണ്ട്, എല്ലായിടത്തും ഇത് പ്രശ്നങ്ങളായി മാറുന്നുണ്ട്. അനുസരണത്തിൻ്റെ കുറവും അതോടൊപ്പം അനുസരണക്കേടും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ എല്ലായിടത്തും സൃഷ്ടിക്കുമ്പോൾ ഈശോയിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി അനുസരണയുള്ള വ്യക്തിയായിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ഈശോ നമുക്ക് തരുന്ന മാതൃക അതാണ്. പിതാവിനോട് എപ്പോഴും അനുസരണത്തിലൂടെയാണ് യേശു മുമ്പോട്ട് പോകുന്നത്. പിതാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ടാണ് ഈശോ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈശോ നമുക്ക് തരുന്ന മാതൃകയിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. 1, ഈശോയുടെ ജീവിതത്തിലെ വിശുദ്ധി. 2, ഈശോയുടെ ജീവിതത്തിലെ സ്നേഹം. 3, ഈശോയുടെ ജീവിതത്തിലെ അനുസരണം. അപ്പോൾ സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനെ പോലെ നമ്മൾ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, അതാണ് വചനം പറയുന്നത്, എന്നിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ ഞാൻ നടന്ന അതേ വഴിയിലൂടെ നടക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രത്യേകതകൾ, ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സ്നേഹത്തിൽ നിറഞ്ഞ് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല, ശത്രുക്കളെ പോലും സ്നേഹിക്കുവാൻ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വളർന്നു വരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ക്ഷമയിൽ വളരാൻ സാധിക്കും. അതോടൊപ്പം വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, അങ്ങനെയൊക്കെയുള്ള ലോകത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ക്ഷമയിലൂടെ കടന്നു വരാൻ സാധിക്കും. അതോടൊപ്പം ഈശോ നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയാണ് വിനയത്തിൻ്റെ മാതൃക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെ പിതാവിനോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ വിനയത്തിൻ്റെ മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെയെല്ലാം ഈശോ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു മാതൃകയുണ്ട്. ഈശോ നടന്ന വഴികളുണ്ട്. ആ വഴികളിലൂടെ നടക്കുമ്പോഴാണ് ഞാൻ യേശുവിൽ വസിക്കുന്ന ഒരു മകനാണ്, യേശുവിൽ വസിക്കുന്ന മകളാണ് എന്നെനിക്ക് പറയാൻ സാധിക്കുക. അതോടൊപ്പം യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. ഈശോയുടെ ഒരു പ്രത്യേകത അതാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ തീരുമാനങ്ങളെല്ലാം, ഈശോയുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെല്ലാം ദൈവഹിതം അനുസരിച്ചായിരുന്നു, ദൈവത്തിൻ്റെ ഹിതം തേടുകയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഈശോയെപ്പോലെയാകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ വരേണ്ടത് ദൈവഹിതം അനുസരിച്ചാണ്. നമ്മുടെ തീരുമാനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഹിതം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും. പക്ഷേ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക്, ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് കൂടുതൽ അഭിലഷണീയമായിട്ടുള്ളത്. അതോടൊപ്പം ഈശോ നമുക്ക് കാണിച്ചു തരുന്നൊരു വലിയ മാതൃകയാണ് പാപത്തിൽ നിന്ന് അകന്നുള്ള ഒരു ജീവിതം. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 21-ാം തിരുവചനത്തിലെ വചനം ഇപ്രകാരം, പൗലോസ് ഇപ്രകാരമാണ് ഈശോയെക്കുറിച്ച് പറയുന്നത്, പാപം അറിഞ്ഞിട്ടില്ല.
ഈശോയെക്കുറിച്ച് പറയുന്ന പാപം അറിഞ്ഞിട്ടില്ല, അതായത് പാപത്തിൽ നിന്ന് അകന്നുള്ളൊരു ജീവിതമാണ് ഈശോ നയിച്ചത്. അപ്പോൾ ഈശോയിൽ വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, അതിനൊക്കെ നമുക്ക് തരുന്ന വലിയ മാതൃകകളാണ് വിശുദ്ധ പൗലോസ് ലീഹ. ഈശോയെപ്പോലെ മാനസാന്തരത്തിന് ശേഷം ഈശോയെപ്പോലെ തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ച് ഈശോയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അതോടൊപ്പം വിശുദ്ധ ഫ്രാൻസിസ് അസീസി ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, സുഖങ്ങളും സന്തോഷങ്ങളും, അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും നേട്ടങ്ങളും കഴിവുകളും സൗഹൃദങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് അദ്ദേഹം ഈശോ നടന്ന വഴിയിലൂടെ നടക്കാൻ പരിശ്രമിച്ച ഒരാളാണ്. അതിലൊരു പരിധിവരെ വിജയിച്ച ആളാണ് ഫ്രാൻസിസ് അസീസി. അങ്ങനെ ഒത്തിരിയേറെ നല്ല മാതൃകകൾ നമുക്കുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏതാനും ചില നന്മകൾ കൂടെ, ഗുണങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് ആരാധനയിൽ പ്രവേശിക്കാം. ഒന്ന്, പ്രാർത്ഥനയിൽ വളരണം. മർക്കോസിൻ്റെ സുവിശേഷം 1:35 തിരുവചനം, ഈശോ അതിരാവിലെ ഉണർന്ന് പിതാവിൻ്റെ അരികിൽ പ്രാർത്ഥിക്കാനായി പോയി. 2, നമ്മൾ ദൈവവചനം പഠിച്ച് ആ വചനമനുസരിച്ച് ജീവിക്കണം. സങ്കീർത്തനം 119, 105 വചനം, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്ക്, പാതയിൽ പ്രകാശമാണ്. വചനം നമ്മളെ നയിക്കും. 3, വിശുദ്ധിയിൽ നിലനിൽക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് ദൈവകൃപ കടന്നു വരും. ഈശോ നടന്ന വഴികളിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഇന്ന് കർത്താവ് നമ്മോട് സംസാരിച്ച കാര്യം എന്താണ്? യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ യേശു നടന്ന അതേ വഴിയിലൂടെ നടക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് അത് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല എങ്കിൽ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ വഴികളെ തിരുത്താം. ഈ നോമ്പ് കാലത്ത് കൂടുതൽ ദൈവകൃപ നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകളിൽ മാറ്റം വരുത്താം. തുടർന്നുള്ള ആരാധനയിൽ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം, എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം, എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാം സമർപ്പിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗങ്ങൾ ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ. എല്ലാവരും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളും, എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യ മക്കളോടൊപ്പം എപ്പോഴും ആയിരിക്കുവാനുള്ള ആഗ്രഹത്താലാണ് ഈശോ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ അരികിൽ എഴുന്നള്ളി വരുന്നത്. സ്നേഹമുള്ളവർ, ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയുടെ ഹൃദയമനുസരിച്ച്, ഈശോയുടെ മനസ്സനുസരിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ വഴികളെയും നമ്മൾ ക്രമീകരിക്കുമ്പോൾ കൂടുതൽ ദൈവകൃപയിലേക്കും വെളിച്ചത്തിലേക്കും കടന്നു വരുവാൻ നമുക്ക് സാധിക്കും.
ലോകത്തിൻ്റെ സ്വാധീനങ്ങളിലും ലോകമോഹങ്ങളിലും ഒക്കെ പെട്ട് നമ്മുടെ ജീവിതത്തിലെ കൃപ ചോർന്നു പോകുമ്പോൾ ഈ നോമ്പുകാലം വീണ്ടും ചോർന്നു പോയ കൃപ തിരിച്ചു പിടിക്കാനും കൂടുതൽ കൃപയിൽ ജ്വലിക്കാനും നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. കർത്താവിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അത് യേശുവിൻ്റെ മകനാകാൻ, യേശുവിൻ്റെ മകളാകാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ, യേശുവിൽ വസിക്കാൻ, യേശുവിൻ്റെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്: ഈശോ നടന്ന വഴിയിലൂടെ നടക്കുവാൻ നമ്മൾ തയ്യാറാവുക. ഈശോ നടന്ന വഴി അത് വലിയ സ്നേഹത്തിൻ്റെ വഴിയായിരുന്നു, വിശുദ്ധിയുടെ വഴിയായിരുന്നു, അനുസരണത്തിൻ്റെ വഴിയായിരുന്നു, ത്യാഗത്തിൻ്റെ വഴിയായിരുന്നു. അതിലൂടെയൊക്കെ കടന്നു പോകാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ഈശോയിൽ വസിക്കാൻ തയ്യാറാകുന്നത്. ഈശോയുടെ ജീവിതം വിശുദ്ധി നിറഞ്ഞ ജീവിതമായിരുന്നു, പരിശുദ്ധി നിറഞ്ഞ ജീവിതമായിരുന്നു. ഈശോ പരിശുദ്ധി സ്നേഹിച്ചിരുന്നു. അതേ സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലത്തിൽ, ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ സ്വാധീനം വളരെ ശക്തമാണ്. ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ലോകത്തിലേക്കും ലോകമോഹങ്ങളിലേക്കും നമ്മളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സ്വാധീനങ്ങൾ ശക്തമായി ലോകത്തിലുണ്ട്. ആധുനികമായ സോഷ്യൽ മീഡിയയിലൂടെയും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലൂടെയും മനുഷ്യരിൽ വരുന്ന മാറ്റങ്ങളിലൂടെയും തെറ്റ് ആഗ്രഹിക്കാത്തവരെ പോലും, അശുദ്ധി ആഗ്രഹിക്കാത്തവരെ പോലും അശുദ്ധിയിലേക്ക് ആകർഷിക്കുന്ന പലതും ഈ ലോകത്തിലുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈശോ ആഗ്രഹിക്കാത്ത വിധത്തിൽ അശുദ്ധി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് കാലത്തിൽ ഈശോയുടെ വിശുദ്ധിയിലേക്ക് നമുക്ക് കടന്നു വരാം. നല്ല കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈശോ സ്നേഹത്തിൻ്റെ വഴിയിലൂടെയാണ് നടന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മാതാപിതാക്കന്മാരും മക്കളും അവരുടെ ഇടയിൽ, അതോടൊപ്പം അയൽപ്പക്കക്കാരുടെ ഇടയിൽ, അധ്യാപകരും കുട്ടികളുടെ ഇടയിലൊക്കെ സ്നേഹം ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, ജോലി സ്ഥലങ്ങളിൽ സ്നേഹം ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈശോ നടന്ന വഴി, ഈശോയുടെ ചൈതന്യം ലഭിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈശോയുടെ വഴി അനുസരണത്തിൻ്റെ വഴിയായിരുന്നു. ഈശോ അനുസരിച്ചു, പിതാവിനെ അനുസരിച്ചുകൊണ്ട് ഈശോയ്ക്കൊന്നും നഷ്ടമായില്ല. അനുഗ്രഹങ്ങളാണ് ഈശോയുടെ ജീവിതത്തിൽ വന്നു നിറയുന്നത്. ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ അനുസരണം കുറയുന്നു. മാതാപിതാക്കളെ അനുസരിക്കാൻ മക്കൾ തയ്യാറാകുന്നില്ല. മക്കളെ വേണ്ടതുപോലെ ശ്രവിക്കാനും മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല. അധ്യാപകരും കുട്ടികളുടെ ഇടയിൽ അനുസരണം കുറഞ്ഞു വരുന്നു. ഭീഷണികളും പ്രതിസന്ധികളും കടന്നു വരുന്നു. ജോലി മേഖലകളിലും രാഷ്ട്രീയത്തിലും എല്ലായിടത്തും ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളുമായിട്ട് നടക്കുമ്പോൾ ഈശോ നമുക്ക് കാണിച്ചിരുന്ന അനുസരണത്തിൻ്റെ മാതൃകയാണ്. സ്നേഹമുള്ളവരെ, ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈശോയുടെ മകനാകാൻ, ഈശോയുടെ മകളാകാൻ ഈശോ നടന്ന അതേ വഴി നമ്മളും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഈ നോമ്പ് കാലത്തിൽ വിശുദ്ധിക്കെതിരായിട്ടുള്ള തെറ്റുകളെ ഓർത്ത് അനുദപിക്കാം. സ്നേഹത്തിനെതിരായിട്ട് വന്നുപോയ കാര്യങ്ങൾ ഓർത്ത് നമുക്ക് അനുദപിക്കാം. അനുസരണമില്ലാതെ പ്രവർത്തിച്ച നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. അങ്ങനെ ഈശോ നടന്ന വഴിയിലൂടെ നടന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തി ഈശോയുടെ മക്കളാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ നോമ്പ് കാലത്തൊരു പുതിയ ഉണർവ് ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഗാനം ആലപിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ,
നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. എല്ലാ മക്കളെയും സമർപ്പിക്കാം, കുടുംബത്തെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവത്തിൻ്റെ സ്നേഹം, ഈശോയുടെ അനുസരണം നമ്മുടെ കുടുംബത്തിൽ കടന്നു വരട്ടെ. കൃപ ജ്വലിക്കട്ടെ. പുതിയ ജന്മം നമ്മുടെ ഭവനത്തിൽ സംഭവിക്കട്ടെ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപതേ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, ആരാധന സ്തുതിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, സ്തുതി, സ്തുതി. മഹത്വം, മഹത്വം. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊരു കൃപ, വിശുദ്ധീകരണം ഈ നോമ്പുകാലത്തിൽ സംഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ആത്മീയതയിൽ ജ്വലിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ, നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.